ശ്രീ ആന്റണി, ഇത് 2008 ഒരു കണക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2010 ഒരു കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ, വെറും ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യുന്ന ഈ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു 500-600 ഒക്കെ ആയിരുന്നു. പക്ഷേ 2025 എത്തുമ്പോൾ അതിൻ്റെ കണക്കുകൾ നോക്കൂ, 10,000 കണക്കിന് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ TP ജയചന്ദ്രൻ മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ യഥാർത്ഥത്തിൽ നടക്കുന്ന കേസുകളുടെ 1% മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങൾ എത്രയോ അനവധിയാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളം വലിയൊരു അപകടാവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം നമ്മൾ കേൾക്കുന്ന അക്രമ പരമ്പരകൾ, അക്രമ വാർത്തകൾ, ഇതൊന്നും യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള, സ്ഥിരബുദ്ധിയുള്ള, ഒരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക്, ഒരു ക്രിമിനലിന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ക്രൂരതയിലേക്ക് നമ്മുടെ യുവാക്കൾ എത്തിപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ലഹരിയുടെ സാന്നിധ്യം നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്ക് വരെ എത്തി എന്നല്ലേ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? നീലിമ, ഈ നമ്മൾ മുൻവർഷങ്ങളിലെ കണക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, നമ്മളുടെ അന്ന് ആ 10 വർഷം മുമ്പുണ്ടായിരുന്ന സാമൂഹിക അവസ്ഥ, സമാധാന അന്തരീക്ഷം, യുവാക്കളിലുള്ള ക്രിമിനൽ വാസനയുടെ കുറവ്, അതെല്ലാം മാറി നമ്മളുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഇത് ഭയാനകമായ നിലയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആശാവഹമായ ഒരു കാര്യമെന്ന് പറഞ്ഞത്, നമ്മുടെ ആഭ്യന്തരമന്ത്രി, ഇന്ത്യയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇതിൽ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ആശാവഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ കേരളത്തിലെ പോലീസോ എക്സൈസോ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 24,000 ആളുകളെ 2024 അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കേരളത്തിൽ തന്നെ മൊത്തമായിട്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് ശേഷം DGPയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിരിക്കുന്നതാണ്. അതിൽ 153 കിലോ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ 1.5 കിലോ MDMAയും പിടിച്ചിട്ടുണ്ട്. 2,800ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം പോലീസ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്സൈസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നലിലേക്ക് നമ്മൾ പോകുന്നതിൽ അർത്ഥമില്ല. ഇത് പരസ്പരം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ പഴിചാരാനോ വേണ്ടിയുള്ള ഒരു വേദിയായിട്ട് നമ്മൾ മാറാൻ പാടില്ല. കാരണം ഇതൊരു സാമൂഹികമായിട്ടുള്ള ആപത്താണ് ശരിക്കും കേരളം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. പക്ഷെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പം കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പല പ്രത്യേകതകൾ കൊണ്ടും ഇവിടുത്തെ പ്രത്യേക രീതികൾ കൊണ്ടും ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും മയക്കുമരുന്നിന് കടന്നു വരാനുള്ള അവസരങ്ങൾ കൂടുതലാണ്. മുമ്പ് ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള അജണ്ടയുണ്ടോ, സാമ്പത്തികമല്ലാത്ത രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടോ? അതായത് ഇത് മറ്റു പല രീതിയിലും, അതായത് ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന, യുവാക്കളുടെ വളർന്നു വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രത്യേക അജണ്ടയോടുകൂടി, അതായത് അധിനിവേശത്തിൻ്റെ, നമ്മൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധിനിവേശം എന്ന് പറഞ്ഞാൽ പിടിച്ചടക്കലോ അല്ലെങ്കിൽ അവരെ കീഴടക്കലോ ഒന്നുമല്ല. അതല്ലാത്ത രീതിയിൽ അത് തലച്ചോറിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ഒരു യുവതലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ട് ഒരു സമൂഹത്തിനെ ആ രീതിയിലേക്ക് അപകടാവസ്ഥയിലേക്ക് എത്തിക്കാൻ പോരുന്ന രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അജണ്ട ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ സമയത്താണ് നമ്മൾ നോക്കുന്നത് 2022 15,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് നമ്മുടെ കേരള തീരത്തു നിന്ന് പിടിച്ചത്. അത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഇന്ത്യൻ നേവിയുടെയും ഒത്തുചേർന്നാണ് അവർ പിടിച്ചത്. അതിലൊരു ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു പാകിസ്ഥാൻ പൗരനുണ്ടായിരുന്നു, അയാളെ പിടികൂടിയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ കാണുന്നതിനും അപ്പുറത്തുള്ള അവസ്ഥയിലേക്ക് അന്തർദേശീയ തലത്തിൽ ബന്ധങ്ങളുള്ള ഒരു മയക്കുമരുന്ന് സംവിധാനമാണ്, അല്ലെങ്കിൽ മയക്കുമരുന്ന് കള്ളക്കടത്തിൻ്റെ ശ്രേണിയാണ് ഇവിടെ കാണുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും, വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിനെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇതിലേക്ക് ആകർഷിച്ചു പോകുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അതിന് പല ഘടകങ്ങളുണ്ട്. നമ്മൾ അതിനെപ്പറ്റി ആധികാരികമായിട്ടുള്ള ഒരു സ്റ്റഡി ഇവിടെ നടന്നിട്ടില്ല. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയോ മാത്രം ആശ്രയിച്ച് ചെയ്യേണ്ട ഒരു സംഗതി അല്ലാതെ
കാരണം അവർക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അവർക്ക് ആ പ്രവർത്തനത്തിന്റെ പരിമിതികൾ കുറച്ച് അല്ലെങ്കിൽ അത് സാധിക്കാത്തതിന്റെ പേരിൽ ഞാൻ അതിനെ ന്യായീകരിച്ച് സംസാരിക്കുകയല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വിഷയം കടന്നിരിക്കുന്നു. ഇതിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് അഥവാ അതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് ഇന്നിപ്പോൾ ഈ നാട്ടിലുള്ള, ഈ നാടിനെ സ്നേഹിക്കുന്ന, സമൂഹത്തെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ആവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇറങ്ങുന്ന പക്ഷം ഇതിനെ നിർത്തലാക്കാൻ സാധിക്കും. കാരണം ഇത് ഗ്രാമങ്ങളിൽ മാത്രമല്ല, പട്ടണങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. ഇത് പെൺകുട്ടികളാണ് ഇതിൻ്റെ വ്യാപനത്തിന് കൂടുതലായി നിൽക്കുന്നുവെന്ന് സൂചിപ്പിച്ചു. ശരി തന്നെയാണ്, പെൺകുട്ടികളെ ആകുമ്പോൾ സംശയിക്കത്തില്ല. പെൺകുട്ടികൾ കാരിയർമാരായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കേസുകൾ റിപ്പോർട്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് മാത്രമല്ല, സ്കൂൾ കുട്ടികളെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് അവർ വരുത്തുന്നത്? അതായത് മൈനറായിട്ടുള്ള ജുവനൈൽ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കുട്ടികളെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അവരെ പിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ കേസില്ല. ശരിയാണ്, കേസെടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ കണ്ടു താമരശ്ശേരിയിൽ ഇന്നലെ മിനിങ്ങാന്നുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവർ തന്നെ സംസാരിക്കുന്നുണ്ട്. കൂട്ടത്തല്ലിനിടയിൽ മരണം സംഭവിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പ്രായമുള്ളതുകൊണ്ട് നമ്മളെ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് അതിക്രമിച്ച് വന്നുകൊണ്ട് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിയമം ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ആ 15 വയസ്സുള്ള കുട്ടികൾ തന്നെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ബോധവാന്മാരാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഇവിടെയുള്ള യുവതലമുറ, പ്രത്യേകിച്ചും ഇന്നിപ്പോൾ 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇതിലേക്ക് തന്നെ പോകുന്ന രീതിയിലുള്ളതാണ്. നമുക്കതിനകത്ത് ഒരുപാട് കാരണങ്ങളുണ്ട്. സിനിമകൾ തന്നെ നോക്കൂ. സിനിമകൾ, മുഴുവൻ സിനിമകളും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇറങ്ങി വരുന്ന ശരിയായ രീതിയിൽ ആളുകൾ കാണുന്ന, അല്ലെ വിജയിച്ചു എന്നോ അല്ലെങ്കിൽ അല്പമെങ്കിലും വിജയിച്ചോ എന്നോ പറയുന്ന സിനിമകളിൽ മുഴുവൻ ഈ രീതിയിലുള്ള മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും ഉപയോഗം ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ചെറിയ കുട്ടികൾ അവരെ അനുകരിക്കുന്ന പ്രായമാണ്. അതായത് കൗമാരപ്രായത്തിൽ എന്തിനേയും ഏതിനേയും അനുകരിക്കുകയും അല്ലെങ്കിൽ അത് ഒന്ന് ട്രയൽ നോക്കുക, അതായത് ഒന്ന് ചെയ്തു നോക്കുക എന്നുള്ള രീതിയിലേക്ക് വരികയും അവർ ആ പ്രായത്തിൽ തന്നെ ഇതിന് അടിമകളായി തീരുകയുമാണ് ചെയ്യുന്നത്. അത് ബോധപൂർവമായ ഒരു ഗൂഢ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവരങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള നെറ്റ്വർക്കിനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ അത് ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിന്റെ പിന്നിൽ നമുക്കറിയാം 1970-80 കാലഘട്ടങ്ങളിൽ, 70 കാലഘട്ടത്തിലാണ് കൊളംബിയയിൽ, ലാറ്റിൻ അമേരിക്കൻ രാജ്യ കൊളംബിയയിൽ പാബ്ലോ എസ്കോബാർ എന്ന് പറഞ്ഞ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഈ മയക്കുമരുന്ന് രാജാവായിരുന്നു അയാൾ. അതിന്റെ ഏറ്റവും വലിയ ആളായിരുന്നു. അയാളും ഗവൺമെന്റിന് പോലും ഭീഷണിയായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അയാൾ മാത്രമല്ല, അയാളോടൊപ്പം അതേപോലെ ഉണ്ടായിരുന്ന ഒരുപാട് സംഘങ്ങൾ, മയക്കുമരുന്ന് സംഘങ്ങൾ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല അമേരിക്കയെ പോലും അത് വെല്ലുവിളിക്കുന്ന, അമേരിക്കയുടെ സാമ്പത്തിക നിലയെയും സാമൂഹിക അവസ്ഥയും വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് 1971 റിച്ചാർഡ് നിക്സൺ അത് നമ്പർ 1 എനിമി എന്നുള്ള രീതിയിൽ മയക്കുമരുന്നിനെ പ്രഖ്യാപിച്ചുകൊണ്ട് ആ യുദ്ധത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് അത് അടിച്ചമർത്താൻ സാധിച്ചത്. ഈ ലാറ്റിൻ അമേരിക്കൻ കൺട്രിയായ കൊളംബിയയിലും അതുപോലെ തന്നെ അമേരിക്കയിലും മെക്സിക്കോയിലും എല്ലാമായിട്ട് നടത്തിയ ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലേക്ക് ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ എത്തിച്ചേരാൻ പോകുന്നത്. അങ്ങേയറ്റം ഭീതിതമായ ഒരു അവസ്ഥ ഇന്ത്യൻ മണ്ണിലേക്ക് കടന്നു വന്നുകൊണ്ട് ഭാരതത്തിന്റെ യുവതലമുറയെ ഒന്നാകെ ഇത്തരത്തിൽ ലഹരി സിരകളിലേക്ക് ആവാഹിച്ച് ഒരു യുവതലമുറയെ നശിപ്പിക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു. അത് ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്.